പ്രിയമുള്ളവരെ, ജലീലാണ്. സത്യത്തിന് ഇന്ന് യാതൊരു വിലയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. മറ്റുള്ളവരെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അത് സത്യമാണോ യാഥാർത്ഥ്യമാണെന്ന് അന്വേഷിക്കാൻ സത്യം പറയുന്നവർ എന്നും പൊട്ടന്മാർ അല്ലേ? ഇതുവരെയുള്ള TMKയുടെ പ്രവർത്തനം ഈ ഒരു ചെറിയൊരു ഭാഗത്തിൽ എല്ലാ സത്യങ്ങളും, എല്ലാ നഷ്ടപ്പെട്ടവരെ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം, ആ ആനന്ദം, ആ സന്തോഷം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്. അത് അവിടുന്ന് ലഭിക്കുന്നൊരു അനുഗ്രഹമാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു സന്ദേശം. നാളെ നമ്മൾ മൺമറഞ്ഞു പോയി കഴിഞ്ഞാലും ആ ചിത്രം എങ്ങും പ്രകാശിക്കും. സത്യമല്ലേ? അവഗണന, പരിഗണന രണ്ടും തമ്മിൽ രണ്ടക്ഷരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അനുഭവിക്കുമ്പോൾ അത് സ്വർഗവും നരകവും പോലെയാണ്. സ്നേഹത്തിന്റെ സുന്ദരമായ രൂപങ്ങളിലൊന്നാണെന്നേ പരിഗണന. അത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ പദമാണ്. പരിഗണിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മനുഷ്യനോളം ഭംഗി ഈ ലോകത്ത് മറ്റാർക്കാണെന്നേ ഉള്ളത്. ഒരാളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഭീകരമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അയാളിൽ സ്നേഹം നിറച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. പരിഗണിക്കുന്നവരിലേക്ക് നാമൊക്കെ ചുരുങ്ങുക, അവഗണിക്കുന്നവരിൽ നിന്നും നാമൊക്കെ മാറി നിൽക്കുക. ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അവരിൽ നിന്നൊക്കെ നാം പാലിക്കേണ്ടുന്ന ദൂരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. എത്ര അവഗണിച്ചാലും അത്രത്തോളം കരുത്താർജിക്കാൻ കഴിയണം. ഓരോ അവഗണനകളും ജീവിതത്തിന്റെ ഓരോ പാഠങ്ങളായിരിക്കും. അകറ്റി നിർത്തിയവർക്കും അവഗണിച്ചവർക്കും നമ്മെ ആവശ്യമായി വരുന്ന ഒരു കാലമുണ്ടാവുമെന്ന്. പ്രാണനോളം അടുപ്പമുള്ളൊരു വാക്കുണ്ട്, പരിഗണന. ഒരു ബന്ധത്തെ മനോഹരമാക്കുന്നത് പരിഗണനയാണ്. ചേർത്ത് പിടിക്കാത്ത ഒന്നും ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. മനസ്സിന്റെ ഉള്ളാഴങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചിലരുണ്ട്. അവഗണനയുടെ വേദനയിൽ ഉരുകിത്തീരുന്നവർ, അരക്ഷിതത്വത്തിന്റെ തണുപ്പിൽ വിറങ്ങലിച്ചു പോകുന്നവർ, ഒരു കുഞ്ഞു വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവർ. ഒരു ചെറു ചിരി മതിയാകും അവരിൽ പൂക്കാലം തീർക്കുവാൻ. ഒന്ന് ചേർത്ത് നിർത്തി നോക്കുന്നേ, അവരിലെ മാറ്റം നമ്മളെ പൊതിയുന്നത് കാണാം. പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുക തന്നെ ചെയ്യുക. ഏതുടഞ്ഞ മനസ്സിനും ഏത് തളർന്ന ശരീരത്തിനും മൃതസഞ്ജീവിനി പരിഗണനയാണ്. ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലും ആവുക. ഒടുവിൽ മരണം വന്ന് വിളിക്കുമ്പോൾ കൃതജ്ഞതയോടെ ഇറങ്ങിപ്പോവുക. പരിഗണിച്ചവരുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന അങ്ങ് മണ്ണറയിലും വെളിച്ചമായി നമ്മളെ തഴുകിയിരിക്കും, ഉറപ്പ്.